ഇന്നൊരു കേസ് സ്റ്റഡിയാണ് കേട്ടോ. അതായത് 10,000 രൂപ വീതം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇങ്ങനെ SIP ആയിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ എത്രത്തോളം റിട്ടേൺ ആണ് ലഭിക്കുക? അതുമാത്രമല്ല, ഈ റിട്ടേണിന് മേലെ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും? അത് എങ്ങനെയാണ് കണക്ക് കൂട്ടുക? അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ടുള്ള 12%, അതായത് ആവറേജ് ആനുവൽ റിട്ടേൺ 12% വെച്ചാണ് കണക്ക് കൂട്ടുക. അപ്പോൾ നിങ്ങൾ മനസ്സിലെങ്കിലും ചോദിക്കും, 16, 18, 20% റിട്ടേൺ കിട്ടുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഈ 12? അത്ര കിട്ടിയാലും മേടിച്ചേക്കുക, അത് ബോണസ് ആയിട്ട് കരുതിയാൽ മതി. എങ്കിലും നമ്മൾ 12% മാത്രമാണ് കണക്ക് കൂട്ടാൻ വേണ്ടി എടുക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകാൻ പോവുകയാണ് എന്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കോമ്പൗണ്ടിങ് എന്ന മാജിക്കിലൂടെ ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എങ്ങനെയാണെന്നുള്ള കാര്യം. അതുമാത്രമല്ല, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാളും ടാക്സ് ലയബിലിറ്റിയുടെ കാര്യത്തിൽ മികച്ചത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാവും. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ SIP ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഏത് ഫണ്ടിലാണ് SIP ചെയ്യുന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുവാണേ. 10,000 രൂപ വീതം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇങ്ങനെ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ 5 വർഷം കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നത് എത്രയായിരിക്കും എന്ന് പറയാമോ? 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപ 5 കൊല്ലം കൊണ്ട് എത്രയായി മാറിയിട്ടുണ്ടാവും? 8,20,000 രൂപ. ഇവിടെ എത്രയാണ് ഗെയിൻ കിട്ടിയത്? 2,20,000 രൂപ. ഇനി ടാക്സ് എങ്ങനെയാന്ന് പറയട്ടെ. ഈ 2,20,000 രൂപയിലെ ഗെയിൻ, അതിൻ്റെ മേലെയാണ് ടാക്സ് വരുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ 1,4 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അപ്പോൾ 1,4 അങ്ങോട്ട് മാറ്റിയേ. ഇനി ബാക്കി എത്രയാ ഉള്ളത്? 95,000. ഈ 95,000-ൻ്റെ 12.5% ടാക്സ് ലയബിലിറ്റി. അതായത് 11,875 രൂപ ഇൻകം ടാക്സ് TDS ആയിട്ട് പിടിക്കുന്ന തുക അതാ. ഇനി ബാക്കി എത്രയുണ്ട്? ടാക്സും കിഴിച്ചിട്ട് 8,08,125 രൂപയുണ്ട്. അപ്പോൾ വ്യക്തമായല്ലോ അല്ലേ ടാക്സ് എങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്നുള്ള കാര്യം. ഇനി അത് പറയുകയല്ലേ, ടാക്സിന്റെ എമൗണ്ട് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ കേസാണ്, നമ്മൾ SIP 10 കൊല്ലം വരെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? 12 ലക്ഷം രൂപ. നമ്മുടെ 12 ലക്ഷം രൂപ എത്രയായി മാറുമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? 23,23,000 രൂപയോളമായി മാറും. അപ്പോൾ ഇവിടെ എത്രയാണ് ലഭിച്ച ഗ്രോത്ത്? 11,23,000 രൂപയാണ് ഇവിടെ ലഭിച്ച ഗ്രോത്ത്, അതായത് ഗെയിൻ, അതായത് റിട്ടേൺ. ഇതിന്റെ മേലാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക. അത് എത്ര വരും? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കേട്ടോ. അതായത് 1,24,750 രൂപ ഇൻകം ടാക്സ് ആയിട്ട് വരും. അപ്പൊ ടാക്സ് അങ്ങോട്ട് കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 21,98,250 രൂപയുണ്ട്. ഇനി മൂന്നാമത്തെ കേസാണ്, നമ്മുടെ SIP 15 കൊല്ലം വരെ നമ്മൾ നീട്ടിക്കൊണ്ട് പോവുക. അപ്പം 15 കൊല്ലം കൊണ്ട് നമ്മൾ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തത്? 18 ലക്ഷം രൂപ. ഈ 18 ലക്ഷം രൂപ 50,45,000 രൂപയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എത്രയാ ഗെയിൻ, റിട്ടേൺ? 32,45,000 രൂപ. അതിന്റെ മേലെ ഇൻകം ടാക്സ് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് 3,90,000 രൂപയാണ് വരുന്നത്. അതങ്ങോട്ട് കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? ഒന്ന് കണക്ക് കൂട്ടിക്കേ. 46,54,000 രൂപയോളം ഉണ്ടാവും. ഓക്കെ. ഇനി 20 കൊല്ലം വരെ നമ്മുടെ SIP അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? 24 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഈ 24 ലക്ഷം രൂപ എത്രയായി മാറിക്കാണും? 99,91,000 രൂപയായി മാറിയിട്ടുണ്ടാവും. ഇവിടെ എത്രയാണ് ലഭിച്ച ഗെയിൻ? 75,91,000 രൂപ. ഇവിടെ ഇൻകം ടാക്സ് ലയബിലിറ്റി വരിക 9,33,250 രൂപയാണ്. അതങ്ങോട്ട് കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുക 90,57,750 രൂപയോളമാണ്. ഓക്കെ. ഇനി ഒരു കേസും കൂടെ ഉള്ളു കേട്ടോ. അത് നമ്മുടെ ആ SIP 25 കൊല്ലം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ എത്രയായിരിക്കും നമ്മൾ നിക്ഷേപിക്കുക? 30 ലക്ഷം രൂപ. ഈ 30 ലക്ഷം എത്രയായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? 1 കോടി? 1.5 കോടി? അല്ലല്ല, 1,90,00,000 രൂപയായി മാറിയിട്ടുണ്ടായിരിക്കും അത്. ഇവിടെ എത്രയാ ലഭിച്ച റിട്ടേൺ, ഗെയിൻ? 1,60,00,000 രൂപ.
30 ലക്ഷമാണ് നിക്ഷേപിച്ചത്. ലഭിച്ച ലാഭം 1,60,00,000. ഇൻകം ടാക്സ് ലയബിലിറ്റി വരിക 19,84,375 രൂപയാണ്. അത്രയും രൂപ ഇൻകം ടാക്സ് ആയിട്ട് പോയാലും പിന്നെയും കയ്യിലുണ്ട് എത്ര? 1,70,15,625 രൂപ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ. അപ്പം കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലേ? ഇനി പോകുന്നില്ല, എങ്ങോട്ട് പോകുന്നില്ല, 30 കൊല്ലത്തിലേക്കൊന്നും പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വരിക, നമ്മുടെ കൈ നിൽക്കുകയില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ആ പോക്കിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്, എല്ലാവരും നിർബന്ധമായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. SIP ആയിട്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ പണത്തിൻ്റെ മൂല്യം നമുക്കും സംരക്ഷിക്കണം. ചുമ്മാ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയല്ല, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിക്ഷേപമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ നിക്ഷേപം. അല്ല ചുമ്മാ തോന്നിയ പോലെ തോന്നിയ ഫണ്ട് കയറി നിക്ഷേപിക്കുകയല്ല വേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ, ഡ്രീംസ് ഇതെല്ലാം നേടിയെടുക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.